സ്റ്റുഡൻസ്, നമ്മളിന്ന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. എന്തൊക്കെയാണ് അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ക്വസ്റ്റ്യൻസ്, ഇക്വേഷൻസ് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി, പലരും നെറ്റിലൊക്കെ ഞാൻ കണ്ടു ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുമോ, ഡേറ്റ് വരുമോ, പിന്നെന്താ പഠിക്കാൻ മൂടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ടൈം പോലെ വേറെ ടൈമൊന്നും കിട്ടില്ല. സപ്പോസ് നിങ്ങളുടെ സ്കൂൾ നെക്സ്റ്റ് മന്ത് തുറക്കുന്നു എന്ന് വെച്ചോ, അടുത്ത മുതലേക്ക് നമ്മൾ ക്ലാസ് തുടങ്ങുകയാണെന്ന് വെച്ചോ, എന്തിനെങ്കിലും നിങ്ങൾക്ക് പിന്നെ ടൈം ഉണ്ടാവുമോ? ടീച്ചേഴ്സൊക്കെ ഓട്ടമായിരിക്കില്ലേ, എന്തിനാ പോർഷൻ തീർക്കാൻ, ലാബ് തീർക്കാൻ, റെക്കോർഡ് തീർക്കാൻ, നിങ്ങളും ടീച്ചേഴ്സും കൂടി മൊത്തത്തിലൊരു ഓട്ടമായിരിക്കും. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പഠിക്കാനേ ടൈം കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വർഷം +2 ആണല്ലോ, എന്തായാലും പബ്ലിക് എക്സാം എഴുതാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി പഠിക്കാനുണ്ട്. നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെ കാണാമല്ലോ, സുവോളജി, ബോട്ടണി ഇല്ലേ, അല്ല ഇനി കമ്പ്യൂട്ടർ ആണെങ്കിൽ അങ്ങനെ, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ നിറയെ കിടപ്പുണ്ട്, പ്രോബ്ലവും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ലാബ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നൃത്തം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, ഇപ്പോൾ ഉള്ള ചാപ്റ്റേഴ്സ്, ഇപ്പോൾ എന്തൊക്കെയാണോ വർക്കുള്ളത് അതെല്ലാം അങ്ങ് തീർത്തേക്കുക. പിന്നിടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ടൈം കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ്. അപ്പോൾ എന്ത് വേണം, അതിനായിട്ട് നന്നായിട്ടങ്ങ് പഠിക്കുക. ഇനി അത് വന്നാലും വന്നില്ലെങ്കിലും വരാതിരിക്കില്ല, ഒരു ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെൻറ്റും എക്സാമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഇനി കൺഫ്യൂഷനായിട്ട് അത് ആലോചിച്ച് സമയം കളയാതെ പഠിക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ്റെ കൂടി പോകുമ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ട് അതിനകത്തുള്ള തിയറി, അതിൻ്റെ ബാക്കിലുള്ള ഇക്വേഷൻസ്, റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Fx = sin x അല്ലേ. Fx = sin x എന്നുള്ളതിന് ഈ ഫോം എന്ത് ചെയ്യാനാണെന്നറിയോ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്യാനാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് Fx = sin x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. എപ്പോഴും ചോദിക്കും ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ക്വസ്റ്റ്യൻ. ഒന്നുകിൽ അത് സൈൻ ആയിരിക്കും, ഇല്ലെങ്കിൽ കോസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ടാൻ ആയിരിക്കും. സൈനാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ലെറ്റ് Fx = sin x. ഈ sin xനെ എന്തായിട്ട് എടുക്കണം, Fx ആയിട്ട് എടുക്കണം. ഇനി f(x + h) എന്തായിരിക്കും, f(x) sin x ആണ്. അപ്പോൾ x + h ആണെങ്കിൽ ആ എക്സിൻ്റെ പ്ലേസിൽ x + h കൊടുത്താൽ മതിയല്ലോ, x + h. ഇനി നമുക്ക് ഇതും കൂടി കണ്ടുവയ്ക്കാം, ഇത് തമ്മിലുള്ള ഡിഫറൻസ്. f(x + h) - fx എന്താ വരിക, sin sh പ്ലസ് മൈനസ് sin x. ഇതെന്താണ്, sin a - sin b അല്ലേ. sin a - sin b എന്ന് പറഞ്ഞാൽ എന്താ, ഫോമുല എന്താണ്, 2 cos a + b/2 അല്ലേ. a + b എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് a, ഇതാണ് b. അപ്പോൾ a + b/2 എന്ന് പറയുമ്പോൾ എന്ത് വരും, x + h + x/2 അല്ലേ. ഇത് നമ്മൾ ആ സ്റ്റെപ്പ് ഫുൾ അങ്ങ് എഴുതി വയ്ക്കുകയാണ്, എങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി എന്താണ്, 2 cos a + b/2 sin a - b/2 അല്ലേ. a - b/2 എന്ന് പറയുമ്പോൾ എന്ത് വരും, x + h - x. അപ്പോൾ x ക്യാൻസലായി പോയില്ലേ, അതായത് ഇങ്ങനെ വരും, x + h - x/2 എന്ന് വരും. ഓക്കെ, ഇവിടെ എന്താ വരിക, 2 cos 2x + h/2, അവിടെ sin ഇത് പോയിട്ട് h/2. അപ്പോൾ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി വെച്ചിട്ട് ചെയ്യാനാണ്. Fx = sin x. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തരികയാണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് sin x അല്ലെങ്കിൽ cos x അല്ലെങ്കിൽ tan x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം Fx = sin x എന്ന് കൊടുക്കും. ഇനി x + h എന്തായിരിക്കും, f(x + h) എന്ന് വെച്ചാൽ എക്സിൻ്റെ പ്ലേസിൽ എച്ചും കൂടി കൊടുക്കുന്നതാണ് അല്ലേ, x + h. എന്നിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങെടുക്കുക, x + h - fx. അപ്പോൾ എന്നിട്ട് നമ്മൾ എയും ബിയും ഉണ്ട്, sin a - sin b ആണിപ്പോൾ ഇത്. sin a - sin bയുടെ ഫോമുല പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ട്രിഗണോമെട്രിയിൽ, 2 cos a + b/2 ആൻഡ് a - b/2. അതിവിടെ അങ്ങ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 2 cos എക്സും കൂടെ 2x + h/2 sin, ഇവിടെ x ക്യാൻസലായി പോയി, sin h/2 എന്ന് വരാം. അപ്പോഴേക്കും എന്ത് വേണം, നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫോമുല എന്താണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാനുള്ള ഫോമുല
അപ്പം നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാനുള്ള ഫോമുല ഇതല്ലേ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇപ്പം നമുക്ക് ആ ടോപ്പിലുള്ള ന്യൂമറേറ്റർ പാർട്ട് മൊത്തം നമ്മുടെ കയ്യിലുണ്ട് ഇല്ലേ. എന്താ അത്? അതിന് പകരം നമുക്കിത് കൊടുക്കാമല്ലോ. അത് തന്നെയല്ലേ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചേ. അപ്പോൾ അവിടെ എന്ത് കൊടുക്കാം? 2 കോസ് 2x പ്ലസ് എച്ച് ബൈ 2 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച്. ഇവിടെ ഉണ്ട് ലിമിറ്റ് എന്താണ്? എച്ച് ടെൻസ് ടു 0. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 കോസ് 2x പ്ലസ് എച്ച് സൈൻ എച്ച് ബൈ 2 ബൈ എച്ച്. നിങ്ങൾ സാധാരണ ഇവിടെ അങ്ങ് ഡയറക്റ്റ് കൊടുക്കുമായിരുന്നല്ലേ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ ഇത് കൊടുക്കുമായിരുന്നു ചെയ്യുന്നത്. അതിനേക്കാളും ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ഈസിയാണെന്ന് തോന്നുന്നു. നോക്കാം. അപ്പോൾ എന്താ കിട്ടി? ഇനി നമുക്കിതിനകത്ത് ഓരോന്നിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ വരും? ഇവിടെ നമുക്ക് എച്ച് ഉണ്ട്. വേറൊരു പ്രോപ്പർട്ടി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ് ഇല്ലേ, പഠിച്ചിട്ടില്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഇവിടെ എച്ച് ബൈ 2 ഉണ്ട്. ഇവിടെയും കൂടി ഒരു എച്ച് ബൈ 2 ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് 1 ആയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എച്ച് ബൈ 2 കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഇൻറ്റു 2 കൂടെ കൊടുത്താൽ പോരെ. മനസ്സിലായോ എന്തിനാണ് നമ്മളിത് ചെയ്ത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 1 ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിനോമിനേറ്ററിലൊരു 2 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ വരും. ഇനി നമുക്കിത് സെപ്പറേറ്റ് ലിമിറ്റ്, ഇതിൽ ലിമിറ്റ് ഇനി ഓരോന്നിനായിട്ട് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ഓരോന്നിനും അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 കോസ് 2x പ്ലസ് എച്ച് ബൈ 2 പിന്നെന്തുണ്ട്? സൈൻ എച്ച് ബൈ 2 ഇവിടെ ഉള്ളൊരു എച്ച് ബൈ 2 പിന്നെ ഒരു 2 ബാക്കിയില്ലേ, അത് നമുക്കിവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിനും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലിമിറ്റ് ഇവിടെയുണ്ട്, ഈ ലിമിറ്റ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 1 ആയി പോയില്ലേ. ഈ റൂള് വെച്ചത് 1 ആയിപ്പോയി. ഇനി ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാമല്ലോ, ചെയ്യാം. ഇനി എച്ച് അകത്തേക്ക് കൊടുക്കാം, ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ഈ എച്ചിൻ്റെ വാല്യൂ എന്തായി? 0 ആയി. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് കിട്ടും? കോസ് 2x ബൈ 2 എന്ന് വരും. കോസ് എക്സ് ബൈ 2 ഈ 2. ഇനി ഇവിടെ എന്തുണ്ട്? ഈ 2ഉം ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? കോസ് എക്സ് എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ സൈൻ എക്സിൻ്റെത് എന്ത് തന്നെയല്ലേ? കോസ് എക്സ് ഇൻറ്റു 1 കോസ് എക്സ് എന്ന് വരും. ശരിക്കും സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് ലിമിറ്റ് കൊടുത്താൽ മനസ്സിലായോ? എച്ച് അകത്തേക്ക് കൊടുക്കുക. ഇവിടെ എച്ച് കൊടുക്കുമ്പോൾ ഇത് 1 ആയി പോയി. ഇത് അകത്തേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ എച്ച് 0 ആയി പോവും. 2x ബൈ 2 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി പോയിട്ട് കോസ് എക്സ് എന്ന് വരും. അപ്പോൾ ഇതുപോലെ സൈൻ എക്സ് ചോദിക്കാറുണ്ട്, കോസ് എക്സ് ചോദിക്കാറുണ്ട്, ടാൻ എക്സും ചോദിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചേക്കുന്നത് ഏതാ? സൈൻ എക്സ് ആണ്. കോസ് എക്സ് ചോദിക്കുമ്പോൾ എന്തായിരിക്കും ഡിഫറൻസ്? ഇത് വരത്തില്ലേ? ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. എല്ലാം കൂടി കൺഫ്യൂഷൻ ആവല്ലേ. നമ്മൾ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, നേരത്തെ ഉള്ളതാണ്. ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ കോസ് എക്സ് ചോദിക്കുമ്പോൾ ഇവിടെ എന്ത് വരും? എഫ് എക്സ് മൈനസ് ഇവിടെ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ്. അപ്പോൾ കോസ് ബി മൈനസ് സി അല്ലെങ്കിൽ കോസ് എ മൈനസ് ബിയുടെ ഫോമുല എന്താ? -2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. രണ്ടും സൈനാണ്. അങ്ങനെ ആ ഫോമുല വേണം ഇവിടെ കൊടുക്കാൻ. അതിനനുസരിച്ച് കുറച്ച് മാറുന്നേ ഉള്ളൂ. കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് കിട്ടണം. ഓക്കെ, ടാൻ എക്സിൻ്റെത് വരുമ്പോഴും സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നുള്ള രീതിയിൽ ഫോമുല കൊടുക്കുക. ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോഴെന്ത് കിട്ടും? 6² എന്ന് കിട്ടും ഇല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് എന്താണ്? സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ടാൻ എക്സിൻ്റെയൊക്കെ സൈനും കോസും മാത്രം നിങ്ങൾ നോക്കി വെച്ചാലും മതി. ഓക്കെ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് അതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ സൈൻ ക്യൂബ് എക്സ്. ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സൈനും കോസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ബൈ സൈൻ എക്സ് ദ ഹോൾ ബൈ സൈൻ ക്യൂബ് എക്സ് എന്ന് എഴുതിക്കൂടെ ഇല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഉണ്ടല്ലോ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ എക്സ് മൈനസ് ഇവിടെ ഒന്ന് ഇതെടുത്താൽ എന്ത് വരും? സൈൻ എക്സ് കോസ് എക്സ് ബൈ എന്ത് വരും? കോസ് എക്സ് ഇൻറ്റു സൈൻ ക്യൂബ് എക്സ് എന്ന് എഴുതാം.
ഇവിടെ നിന്ന് മൊത്തത്തിൽ നിന്നൊരു സൈൻ എക്സ് ഇനി പുറത്തെടുത്താലോ? സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു സൈൻ ക്യൂബ് എക്സ്. ഇതിൽ നിന്നൊന്ന് കട്ടായി പോയിട്ട് ഇവിടെ പിന്നെ സ്ക്വയർ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെഴുതാം? ഇവിടെ ഇനി എന്തുണ്ട്? 1 മൈനസ് കോസ് എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഇല്ലേ? 1 മൈനസ് കോസ് എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു ഇതിന് എന്തെഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സിന് ഈ സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലല്ലേ ഇത്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്. 1 മൈനസ് കോസ് എക്സ് പോയി. താഴെ എന്ത് വരും? 1 ബൈ കോസ് എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് അല്ലേ? ഇവിടെ റെപ്പ് താഴെ നമുക്ക് എന്താ കിട്ടുക? 1 ബൈ കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്. ഒരു കാര്യം മറന്നു പോയില്ലേ? എല്ലാത്തിനും ലിമിറ്റുണ്ട് കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ആണേ. ഇവിടെയൊക്കെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ആണ്. സോറി കേട്ടോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 അത് കളയല്ലേ നിങ്ങൾ എഴുതുമ്പോൾ. അതുണ്ടാവണേ എല്ലാ സ്റ്റെപ്പിലും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. സോറി. ഇനി 0 കൊടുത്തേടാ, എല്ലാത്തിനും 0 കൊടുത്തേ. കോസ് 0 എന്താണ്? 1 അല്ലേ? അപ്പം 1/2 1 പ്ലസ് 2 ഇല്ലേ? സോറി 1 അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? കോസ് 0 സോറി നിൽക്കി എക്സിന് 0 കൊടുത്തു. അപ്പോൾ എന്ത് വരും? 1 ബൈ കോസ് 0 ഇൻറ്റു 1 പ്ലസ് കോസ് 0. അപ്പോൾ എന്ത് കിട്ടും? 1 ബൈ 1 ഇൻറ്റു 1 പ്ലസ് 1 ദാറ്റ് ഈസ് 1/2 ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടാൻ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ സൈൻ ക്യൂബ് എക്സ് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടാൻ എക്സിനെ സൈൻ ബൈ കോസ്. അപ്പോൾ അങ്ങനെ ഒരു ട്രിഗണോമെട്രിക് റിലേറ്റഡ് ആയിട്ടാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ എക്സ് ടാൻ എക്സ് ആണ് തരുന്നതെങ്കിൽ അതിനെ സൈൻ എക്സിലേക്കും കോസ് എക്സിലേക്കും കൺവേർട്ട് ചെയ്തിട്ട് മാക്സിമം കട്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടിയ ആൻസർ? 1/2 എന്ന് കിട്ടി. ഓക്കെ.